അവളുടെ ഒരു നശിഞ്ഞ കുഞ്ഞ്. ഇവിടെ താടി ആ നശിഞ്ഞ സാധനത്തിന്. അവളുടെ ഒരു കുഞ്ഞ്. ഇതിന് ഇന്ന് തന്നെ ഞാൻ കടലിൽ കൊണ്ട് മുക്കിക്കൊല്ലു. അയ്യോ വേണ്ടേട്ടാ, എന്റെ കുഞ്ഞിനെ താഴേട്ടാ, ഇങ്ങോട്ട് പോവേട്ടാ എന്റെ കുഞ്ഞ്. അയ്യോ എന്റെ കുഞ്ഞിനൊന്നും ചെയ്യല്ലേട്ടാ. അവളുടെ ഒരു കുഞ്ഞ്. ഞാനിനി ഇപ്പൊ എടുത്ത് വെള്ളത്തിൽ കളയും. ഡോ, തന്റെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മോളെങ്ങാനും എന്തെങ്കിലും താൻ ചെയ്താ ആ വെള്ളത്തിൽ തന്നെ എടുത്ത് ചാടി ഞാനും ചാകും. എന്റെ മോക്ക് എന്തെങ്കിലും പറ്റിയ അതേപോലെ തന്നെ ഞാനും പോയി ചാവും. പിന്നെ തന്റെ പ്ലാനിങ്ങും തന്നെ ആങ്കൊച്ചെന്ന സ്വപ്നം ഒന്നും നടക്കില്ല, താൻ മറക്കണ്ട. എടാ മോനെ, നീ ഇങ്ങോട്ട് വാ. ആ കൊച്ചിനൊന്നും ചെയ്യല്ലേ. ആ കൊച്ചിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ പോയി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. എന്തിനാ അങ്ങനെ ചെയ്യണത്? നീ ഇങ്ങോട്ട് വാടാ മോനെ, അമ്മ പറയണ കേക്ക്. ഞാൻ ജയിലിൽ പോയി കിടക്കാനുള്ള പേടി കൊണ്ടൊന്നുമല്ല നിനക്ക് തിരിച്ചു കൊണ്ടെന്ന് നിന്റെ കൊച്ചിനെ തന്ന. എന്റെ അമ്മ പറഞ്ഞോണ്ട് മാത്രം. കേട്ടാടി, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ കൊച്ചിനെ എന്റെ കൺവെട്ടത്ത് പോലും കാണിച്ചു പോരുത്. എന്റെ കൺവെട്ടത്തെങ്ങാനും കണ്ട എന്നാ ഇതിന് തൊല്ലി കൊല്ലാൻ തോന്നണേന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കൊന്നുകളയും. പറഞ്ഞായിട്ടല്ല. ആ ശരിയേട്ടാ, ഏട്ടന്റെ കൺവെട്ടത്ത് പോലും കൊണ്ടാതെ ഏതെങ്കിലും മൂലക്ക് വെച്ച് ഞാൻ എന്റെ കുഞ്ഞിനെ നോക്കിക്കോളാം. ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി. വാടാ മോനെ. നമ്മള് കുഞ്ഞുവാവേ, കരയല്ലേടി, കരയല്ലേടി മുറ്റേ. അമ്മയുടെ വാവേണ്. ഉമ്മ ഉമ്മ ഉമ്മ. വാവൂ വാവേ വാവേ, അമ്മയുടെ കുഞ്ഞ് വാവുറങ്ങ്, ചക്കര കുഞ്ഞ് വാവുറങ്ങ്, അമ്മയുടെ മുത്ത് വാവുറങ്ങ്. അയ്യോ ഏട്ടൻ. അവളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കളി, പാട്ടുപാടും ഉറക്കലും. അവളുടെ മര്യാദക്ക് ആ കൊച്ചിനെ ഒരു കൊണ്ടുപോയാനെ. നാശിഞ്ഞ നാശൂലം. എന്തൊക്കെ ചെയ്താലും വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല. എടാ മോനെ, നീ വന്നാ? ആ വന്ന്. എന്താ അമ്മേ? ഇല്ലടാ, നീ വന്നത് കണ്ടപ്പോ അമ്മ വെറുതെ അന്വേഷിച്ചെന്നേ ഉള്ളൂ. നീ എന്തിനാ എന്റെ അടുത്ത് ദേഷ്യപ്പെടണ? വന്ന പടി തന്നെ ഞാൻ കാണേണ്ടതോ ജന്തുവിനെ, നശിഞ്ഞ ജന്തുവിനെ. ഓഫ്, ഓർക്കുമ്പോ പ്രാന്ത കയറണം മനുഷ്യന്. അതിനെ കാണുമ്പത്തേനുണ്ടല്ലോ. അവളോട് ഞാൻ പറഞ്ഞതാണല്ലോ, ആ തൊഴുത്തി കിടത്തേണ്ട സാധനത്തിന് അവിടെ കൊണ്ട് കിടത്തണം, ഈ വീടിന്റെ അകത്ത് കയറ്റി പുന്നാരിക്കാൻ നിക്കരുതെന്ന്. അവക്കിട്ട് ഞാൻ കൊടുക്കണുണ്ട്. അതേ അമ്മ, ഞാനോളം ആൺ ചെയ്തതാ എന്റെ മുമ്പിലേട്ട് ആ കൊച്ചിനെ കൊണ്ടുവരരുതെന്ന്. എന്നാലും അതിനെയും കൊണ്ട് അവിടെ എവിടെ ഇരുത്തി അങ്ങനെ ലാളിച്ച് ആഹാ, എന്താ ഒരു രസം. കാണുമ്പോ എനിക്കുണ്ടല്ലോ വെള്ളത്തിൽ മുക്കിക്കൊല്ലാനാ തോന്നണ ആ സാധനത്തിന്. പിന്നെ അമ്മ പറഞ്ഞോണ്ട് മാത്രമാണ്. എടി ദീപേ, എടി ദീപേ, ഇങ്ങോട്ട് വന്നേടി. എന്താണ് ഏട്ടാ വിളിച്ചത്? നീ ഇവിടെ വാ. ഇവിടെ വന്ന് എന്റെ അടുത്തൊന്ന് ഇരുന്നേ. ഞാനില്ല ഏട്ടാ. ഇനിയൊരു കുഞ്ഞും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാ അതെനിക്ക് വയ്യ, ആലോചിക്കാൻ കൂടെ വയ്യ. നീ പ്രസവിക്കും. നീ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നെ വരെ നീ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. ഉണ്ടാകാൻ പോണത് ഒരു ആൺകുഞ്ഞാണെങ്കിലല്ലേ, അടുത്തത് ഉണ്ടാക്കണത് ഒരു പെൺകുഞ്ഞാണെങ്കിലോ? ഏട്ടൻ അതിനെ കൊന്നു കളയാൻ പറയില്ലേ? ഹോ, ഞാനൊന്ന് മൂടായിട്ട് സന്തോഷത്തോടെയൊക്കെ അടുത്തേട്ട് വന്നപ്പോഴത്തേനും അവൾ പറയണ വർത്താനം കേട്ടില്ലേ? പെങ്കൊച്ചായിരിക്കും പോലും, പെങ്കൊച്ച്. ഇനി എനിക്കൊരു ആങ്കൊച്ചേ ഉണ്ടാവുള്ളൂ. നീ എനിക്കൊരു രാജകുമാരനെ പോലത്തെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകണം നീ. അത് സ്വപ്നം കണ്ട് ഞാൻ ജീവിക്കുക. നീ എനിക്കൊരു ആങ്കൊച്ചിനെ തന്ന് നിന്നെ ഞാൻ റാണീനെ പോലെ വാഴിക്കും. നിന്നെ ഞാൻ ഒരിക്കലും ഞാൻ ദ്രോഹിക്കില്ല. നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് മൂടും. അത് ഒരു ആൺകൊച്ച ഉണ്ടാകാൻ പോണെങ്കിലുള്ള കാര്യമല്ലേ ഏട്ടൻ പറഞ്ഞത്. ഇനി ഉണ്ടാവണം എനിക്കൊരു പെൺകൊച്ചാണെങ്കിലോ? എൻ്റെ ഈ രണ്ട് മക്കളെ ദ്രോഹിക്കണ പോലെ, മാറ്റി നിർത്തണ പോലെ അതിനെ നിങ്ങൾ മാറ്റി നിർത്തില്ലേ? എനിക്ക് വേണ്ട. ഇവിടെ വാടി. ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് കിടക്കടി. അവള് പറയണം ഞാൻ കേക്കണം. വാടി, ഇവിടെ വന്ന് കിടക്കടി.
ഇങ്ങ അടുത്ത് വന്ന് കിടക്ക് നീ എൻ്റെ അടുത്ത് വാ